ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് കടച്ചക്ക കറിയായിട്ടാണ്. തേങ്ങയൊക്കെ വറുത്തരച്ച് വെച്ച കടച്ചക്ക കറിയാണ്. പിന്നെ ഇത് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ഇറച്ചിക്കറിയുടെ ടേസ്റ്റിലാണ്. അപ്പോൾ കടച്ചക്ക ഇഷ്ടമുള്ള എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കടച്ചക്കയാണ്, ഒരു മീഡിയം സൈസാണ്. അതൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് തീരെ ചെറുതായി പോകരുത്, പെട്ടെന്ന് ഉടഞ്ഞു പോവും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. നമ്മളിവിടെ സവോള 2 വലിയ സവോള എടുത്തിട്ടുണ്ട്, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മളിത് കുക്കറിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് കടച്ചക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ചെടുത്ത ഇഞ്ചി, പിന്നെ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ്, അതും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. അതൊരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതൊരു 1/2 ടീസ്പൂൺ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതൊരു 1/2 ടീസ്പൂണാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ എരിവിന് ആവശ്യമായ മുളക് പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, കാരണം നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ 2 വിസിൽ വരണ വരെ നമ്മളൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ വറുത്തരച്ച് ചേർത്ത് കൊടുക്കണം. 1 മുറി തേങ്ങ നമ്മളിവിടെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ വറുത്തെടുത്തിട്ടുള്ളത്. അതൊന്ന് അരച്ചെടുത്ത ശേഷം വെന്ത് വന്ന കടച്ചക്കയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള മസാലപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിരിക്കുന്ന മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് കൂടുതൽ ഫ്ലേവർ കിട്ടുക. ഇനി നമുക്കിതൊന്ന് കാച്ചിയെടുക്കാം. അതിനായിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇനി അതിലേക്ക് കുറച്ച് വേപ്പില, തക്കാളി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി അതൊന്ന് വഴണ്ടി വന്ന ശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് വെന്ത് വന്ന കടച്ചക്കയിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കടച്ചക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇറച്ചി കറിയുടെ അതേ ടേസ്റ്റിൽ തന്നെയാണ് ഈ കറി ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.